മലയാളത്തിന്റെ സ്വന്തം ടൊവിനോ തോമസിന് ഇന്ന് പിറന്നാൾ. ചെറിയ വേഷങ്ങളും വില്ലൻ കഥാപാത്രങ്ങളും ചെയ്ത് ആരംഭിച്ച ടൊവിനോ തോമസ് ഇന്ന് തമിഴ് ഉൾപ്പെടെയുള്ള ഭാഷകളിൽ അഭിനയിച്ചു കഴിഞ്ഞു. മിന്നൽ മുരളി എന്ന സൂപ്പർ ഹീറോ ചിത്രത്തിലൂടെ ഇന്ത്യക്ക് പുറത്ത് അടക്കം താരം ശ്രദ്ധിക്കപ്പെട്ടു. സജീവൻ അന്തിക്കാട് സംവിധാനം ചെയ്ത പ്രഭുവിന്റെ മക്കളായിരുന്നു ടൊവിനോ തോമസിന്റെ ആദ്യം ചിത്രം. ABCD, സെവൻത് ഡേ, കൂതറ, എന്ന് നിന്റെ മൊയ്തീൻ, ചാർലി തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷങ്ങൾ താരതമ്യേന ചെറുതായിരുന്നെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്നതായിരുന്നു. 2016 പുറത്തിറങ്ങിയ ഗപ്പി എന്ന ചിത്രം താരത്തിന്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായി. തിയേറ്റർ വിട്ട് DVD പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ഗപ്പി ആളുകൾക്കിടയിൽ തരംഗമായി മാറിയത്. 2017 പുറത്തിറങ്ങിയ മെക്സിക്കൻ അപാരത, ഗോദ, തരംഗം, മായാനദി എന്നീ ചിത്രങ്ങളിലൂടെ ടൊവിനോ തോമസ് നായകസ്ഥാനം ഉറപ്പിച്ചു. പിന്നീട് ആമി, തീവണ്ടി, ഒരു കുപ്രസിദ്ധ പയ്യൻ, മാരി 2, ലൂസിഫർ, ഉയരെ, വൈറസ്, ഫോറൻസിക്, കള തുടങ്ങിയ ഒട്ടനവധി ചിത്രങ്ങൾ. 2021 പുറത്തിറങ്ങിയ മിന്നൽ മുരളി ടൊവിനോ തോമസിന്റെ കരിയറിലെ തന്നെ വഴിത്തിരിവായി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. തുടർന്നും ഒട്ടനവധി വിജയ ചിത്രങ്ങൾ. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ 2018 മലയാളം സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രവുമായി. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നതാണ് ടൊവിനോയുടേതായി അടുത്തതായി പുറത്തിറങ്ങാനുള്ള പ്രധാന ചിത്രം. പല താരങ്ങളുടേതും പോലെ ടൊവിനോ തോമസിന്റെ പ്രതിഫലം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല. 2023 ഫിൽമി ബീറ്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പ്രകാരം 1 കോടി രൂപയാണ് ടൊവിനോ ഒരു ചിത്രത്തിനായി വാങ്ങുന്നത്. അതല്ല 1 മുതൽ 2.5 കോടി വരെ വാങ്ങിക്കുന്നുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുമുണ്ട്. നടന്റെ ആകെ ആസ്തി 40 കോടിയിലേറെയാണെന്ന് ഫിൽമി ബീറ്റ് അവകാശപ്പെടുന്നു. വലിയ വാഹനപ്രേമി കൂടിയാണ് ടൊവിനോ തോമസ്. ഹോണ്ട സിറ്റി, ഔഡി Q7, BMW 7 സീരീസ് എന്നിവ ഉൾപ്പെടുന്ന നിരവധി വാഹനങ്ങൾ താരത്തിന്റെ ഗ്യാരേജിലുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.